ഹലോ. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോണതെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം റിതാക്കുട്ടന് ഇന്നും കൂടെ ആവിയുണ്ട്. ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും 3 ദിവസം ആവും. അപ്പം പിന്നെ ഇന്ന് എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടേ ആവി എടുക്കുന്നുള്ളൂ. ഇനിയിപ്പം 3 ദിവസത്തിൽ കൂടുതൽ എടുക്കണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ആവി ഇന്നത്തോടെ മതിയാക്കാൻ പറഞ്ഞു. പക്ഷേ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടായിരുന്നു. അവന് കഫം ഒരല്പം കൂടെ കുറയാനുണ്ട്. പിന്നെ 2 ദിവസം അപേക്ഷിച്ച് ഒരല്പം കുറവും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കുപ്പി ആൻറ്റിബയോട്ടിക് കൂടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ഒരിടവും തിരിഞ്ഞില്ല, നേരെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വന്നിട്ട് നല്ല പിടിപ്പതൊരു പണിയുണ്ടായിരുന്നു. രാവിലെ ചിക്കന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ചിക്കൻ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഇത് വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോഴത്തേക്കും ഉമ്മ ഇത് സവാളയൊക്കെ അരിഞ്ഞു വെച്ചു, ചിക്കൻ വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കോസ്റ്റ്യൂമൊക്കെ മാറ്റി നൈറ്റിയിലോട്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറാണ് കയ്യിലെടുത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വശക്കിയെടുത്തു. പിന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും വെളുത്തുള്ളി അതൊക്കെ ചേർത്തു. അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാം മഞ്ഞൾപ്പൊടി, മസാലയൊക്കെ ചേർത്ത് ചിക്കനും തട്ടി. ഇന്ന് ഞാനൊരു സംഭവം കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ മുന്നേ ഇടുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ എന്തോ ഒരു ഇന്നിട്ട് വെക്കണമെന്ന് തോന്നി. അങ്ങനെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയി വന്നപ്പോഴത്തേക്കും കുക്കർ ചെറുതായിപ്പോയി പോലൊരു ഫീൽ, ഞെരിങ്ങിയിരിക്കും പോലെ. അങ്ങനെ ഞാൻ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് പാത്രത്തിലോട്ട് മാറ്റി. ഗ്യാപ്പൊക്കെ ഉള്ളൊരു പാത്രത്തിലുണ്ടെങ്കിൽ കറി കിടന്ന് നല്ല വെന്ത് തിളച്ച് വരത്തുള്ളൂ. അപ്പം അതിലോട്ടൊക്കെ മാറ്റിയിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കഴുകി റിതാൻകുട്ടൻ്റെ മരുന്നും കൊടുത്ത് അവനെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്കും കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒന്നും നോക്കിയില്ല, അതൊക്കെ കഴിക്കാൻ പോകണം. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് ബേബി സീ യു.